സുഹൃത്തുക്കളെ, ഇതൊരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ആട്ടോ. മാക്സിമം എല്ലാവരിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നമ്മുടെ എല്ലാ ഗൂഗിൾ പേയുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ വന്ന് കിടപ്പുണ്ടാവും കേട്ടോ. പോക്കറ്റ് മണി എന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലെ പൈസ മുഴുവനായിട്ടും കട്ടായി പോകുന്നതാണ് ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നത്. ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വാട്ടോ. കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ മെസ്സേജ് ഇടുന്നത്. സ്ലീപ്പർ റെയിലുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജിപേയിൽ ഗൂഗിൾ പേയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആർക്കാണോ അയച്ചത് അതിന് തൊട്ടിപ്പുറത്തായിട്ട് രണ്ടുപേരും ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന ഒരു പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. അത് ഡിലീറ്റ് ചെയ്യാനോ അത് ഓപ്പൺ ചെയ്യാനോ പറ്റില്ല. അത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ 10,100 രൂപ ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോയി. അത് ആർക്കാണോ ട്രാൻസാക്ഷൻ പോയിട്ടുണ്ട്, ആർക്കാണോ കിട്ടിയെന്നൊന്നും ഡീറ്റെയിൽസ് കൂടി എടുക്കാൻ പറ്റുന്നില്ല. അതൊരു സ്കാം ആണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. വോയിസ് ക്ലിപ്പ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എല്ലാം തെറ്റായ രീതിയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ശരിക്കുള്ള വസ്തുത ഇതൊന്നുമല്ല കേട്ടോ. അതിന്റെ വ്യക്തമായുള്ള വീഡിയോ ഞാൻ അത് വെച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടോ? കാണാത്തവരൊന്ന് എടുത്തു നോക്കുക. ഇത് കണ്ടിട്ട് പലരും പേടിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഓഡിയോ ഇതിന്റെ പേരിൽ പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്ന് പൈസ നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒട്ടും പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇത് ഗൂഗിൾ പേ തന്നിട്ടുള്ള ഒരു സൗകര്യമാണ്. എന്താണെന്ന് പറയട്ടെ. അതെ, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഇനി ഗൂഗിൾ പേക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തിനാണതെന്നല്ലേ? നമ്മുടെ വീട്ടിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊന്നും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ല. അവർക്കും നമുക്ക് ഗൂഗിൾ പേ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള പ്രായമേറിയവരുണ്ടെങ്കിൽ അവർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ എന്നാൽ നമ്മുടെ തന്നെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന വിധത്തിൽ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സംവിധാനമാണ് ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ള ഈ ഒരു സംഭവം. UPI പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് കണ്ടോ? ഇങ്ങനെ ഒരു സംഭവം ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ട്. ഇതുവരെ നോക്കാത്തവരൊന്ന് ഗൂഗിൾ പേ എടുത്ത് നോക്കൂ. ഇങ്ങനെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിനെ UPI സർക്കിൾ എന്നാണ് പറയുക. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണമെന്നില്ല. അതിനുള്ള പ്രായം അവർക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് നമ്മൾ പൈസ കൊടുത്തു വിടുകയാണല്ലോ ചെയ്യാറുള്ളത്. എന്നാൽ അവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ തന്നെ വെച്ചിട്ട് ഗൂഗിൾ പേ എടുക്കാൻ പറ്റും. അതിലേക്ക് നമ്മളുടെ ഗൂഗിൾ പേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് 5,000 10,000 അത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ അവർ ഓരോ തവണ പേയ്മെന്റ് ചെയ്യുമ്പോഴും നമ്മുടെ സമ്മതത്തോടെ, എന്ന് വെച്ചാൽ നമ്മളുടെ ഗൂഗിൾ പേയിലാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരിക. നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുത്താലേ അവർക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഗൂഗിൾ പേയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും.